നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അതുപോലെ 4:30 തുടങ്ങേണ്ട പൊതുവേദി ഇന്ന് 1 മണിക്കൂറാണ്, 4 മുതൽ 5 മണിവരെയാണ്. കാരണം ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽ ന്യൂസ് 18 പ്രത്യേകമായി തന്നെ നൽകുന്നുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഉത്സവമല്ല, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു തിരക്കല്ല. അത് നേരത്തെ തന്നെ അവിടെ ഉത്സവ തീയതി എന്നാണെന്ന് അറിയുന്നതും അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സർക്കാർ നടത്തുന്നതുമൊക്കെയാണ്. പക്ഷേ അവിടെയൊക്കെ എവിടെയോ പാളിച്ചകൾ വന്നിരിക്കുന്നു. എന്തായാലും ആളുകൾ കൂടുതലായി എത്തുകയും അവിടെ എത്തുന്ന ഭക്തർക്ക് അവിടെ ഏറെ സമയം കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. മണിക്കൂറുകളോളം വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുഭക്ഷണം പോലും കിട്ടാതെ നിൽക്കേണ്ട അവസ്ഥയും ഭക്തർക്കുണ്ടാകുന്നു. ഭക്തരുടെ ഭാഗത്തു നിന്ന് വ്യാപകമായ രീതിയിലേക്ക് പരാതികൾ ഉയരുന്നു. അത് ഉന്നതതല യോഗമൊക്കെ വിളിച്ചെങ്കിലും അവിടെയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ADGPയും തമ്മിലുള്ള വാക്തർക്കമുണ്ടാകുന്നു. പല കണക്കുകൾ പറയുന്നു. എത്ര പേരാണ് ഒരു ദിവസം ശബരിമലയിൽ എത്തുന്നത് എന്ന് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് ഒരു കണക്ക്, പോലീസിന് ഒരു കണക്ക്, സർക്കാരിന് മറ്റു കണക്ക് എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. എന്താ ഈ വിഷയം തന്നെയാണ് ഇന്ന് പരിശോധിക്കുന്നത്. ശബരിമലയിൽ സർക്കാരിന് വീഴ്ച പറ്റിയോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മുഹമ്മദ്, ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ തിരക്കിനെ കുറിച്ചും അവിടുത്തെ നിലവിലുള്ള സൗകര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമുക്ക് വളരെ മുൻകൂട്ടി അറിയാവുന്ന കാര്യമാണ്. അവിടെ തിരക്ക് ഏത് സമയത്താണ് ഉണ്ടാകുന്നതെന്നും തിരക്കുണ്ടായാൽ എന്ത് ചെയ്യണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനമെടുത്ത് ചെയ്യാനുള്ള സമയവും സാവകാശവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു ശരിയായ ഏകോപനം അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു നീക്കം അവിടെ ഉണ്ടായില്ല എന്ന് വേണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറയൂ. അവിടെ അധികമായി ജനം വന്നാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു ഇത്. 80,000 1 ലക്ഷത്തിന്റെ അടുത്തുള്ള ആളൊക്കെ വരിക പറഞ്ഞാൽ അത് അവർക്ക് താങ്ങാൻ പറ്റണില്ല. ആൾക്കാർക്ക്, പോലീസുമാർക്കും മറ്റുള്ളവർക്കും വേറുള്ളവർക്കും ഒക്കെ. അപ്പൊ അവര് വൃത്തികളും ചെയ്യില്ല. അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സർക്കാർ. അത് യാതൊരു മടിയും അവിടെ കാണിക്കുന്നില്ല. പക്ഷെ നമ്മളെ മുരളീധരൻ മന്ത്രി സാറ് പറഞ്ഞു അത് കൽപ്പിച്ചുകൂട്ടി ചെയ്യാണ്, ഇന്നലെ കൽപ്പിച്ചുകൂട്ടി ചെയ്യാണ്, ഞങ്ങളവിടെ ആളെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞു. അത് ഒന്നും അല്ല. ഞങ്ങൾ അയ്യപ്പഭക്തന്മാരോട് സ്നേഹമുള്ള ആൾക്കാരാണ്. അവരും മനുഷ്യരാണ്. അവരും കുട്ടികളേറ്റൊക്കെ പോണത് അവരെ ഓരോ കാര്യത്തിന് നീർച്ചേർന്നുകൊണ്ടൊക്കെ പോവുകയാണ്. ശരി, ഓക്കെ. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല. അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയം ഉണ്ടാകുന്നു. എന്തായാലും ശരിയായ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും തിരക്കിന് കുറവുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം നോർമൽ അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇത്തരം ഒരു തിരക്കൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ, അത്തരം സംവിധാനങ്ങളൊക്കെ മുൻകൂട്ടി ഒരുക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഈ വരുന്ന കണക്കുകളുണ്ടല്ലോ, അതായത് ഇക്കൊല്ലാണ് ദേവസ്വം ബോർഡ് ഈ ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് പോലീസാണ് നടത്താറ്. സാറ് നേരത്തെ പറഞ്ഞു പോലീസിന് ഒരു കണക്ക്, ദേവസ്വം ബോർഡിന് ഒരു കണക്കുന്നു. പോലീസ് പറയുന്ന കണക്കായിരിക്കും കറക്റ്റ്. കാരണം അവര് എരുമേലി തൊട്ട് നിലയ്ക്കൽ തൊട്ട് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സാറിന് അറിയാം, വയർലെസ് ശ്രദ്ധിച്ചാൽ അറിയാം. അവിടുത്തെ ഇൻഫ്ലോ എത്രയാ, പമ്പയിൽ ഇൻഫ്ലോ എത്രയാ, ശബരിമല ഇൻഫ്ലോ എത്രയാ, ഇത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ നമ്മൾ അറിയുന്ന ഈ ഇത്രയും ആൾക്കൂട്ടമല്ല അവിടെ. ഈ ഓൺലൈനിലായിട്ട് വരുന്ന ആൾക്കൂട്ടം മാത്രമല്ല, അതിനും ഇരട്ടി. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 1,20,000 പേര് അവിടെ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇവരെ എങ്ങനെയാണ് ശബരിമല 18ാം പടി കയറ്റുക? നിങ്ങൾ ഈ പൊതുസമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, 1 മിനിറ്റിൽ എത്ര പേരെ അവിടെ കയറ്റിവിടാം. ഈ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയിട്ടത് ശബരിപീഠം തൊട്ട് 18ാം പടി അടി വരെ ഒരു 30,000 അല്ലെങ്കിൽ 28,000 പേരെ പാക്ക് ചെയ്യാൻ പറ്റും. ഇവര് 5,400 വെച്ച് തന്നെ കടത്തിവിടുകയാണെങ്കിൽ ഇവർക്ക് 5 മണിക്കൂർ മിനിമം വേണം. ഈ പറഞ്ഞ ഈ 28,000 ഇടയ്ക്ക് സ്ത്രീകളുണ്ടാവും, കുട്ടികളുണ്ടാവും, VIP ഉണ്ടാവും, അസുഖബാധിതരുണ്ട്. ഇവരൊക്കെ കയറ്റി വിടുമ്പോ അത്രയും ലേറ്റ് ആയി വരും. പിന്നെ ഈ പറഞ്ഞ ഈ നിലക്കിൽ നിന്ന് എല്ലാ ആളുകളെയും കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുരേന്ദ്രൻ, അതിനകത്തൊരു വിഷയം അതൊന്നുമല്ല. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ സുരേന്ദ്രനോട്. ഈ ശബരിമലയിൽ ആളുകൾ എത്താൻ സാധ്യതയുണ്ടെന്നും അത് പലപ്പോഴും നമ്മളുടെ നിയന്ത്രണത്തിനേക്കാൾ കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. ശബരിമലയിൽ അങ്ങനെ ആളുകൾ എത്തും. അങ്ങനെ എത്ര ആളുകൾ എത്തിയാലും ആ ആളുകളെ നിയന്ത്രിച്ച് കയറ്റാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുക, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലേക്ക് ആളുകളെ കടത്തിവിടാതിരിക്കുക, അങ്ങനെയൊക്കെ മുൻകൂട്ടി ചെയ്യാൻ കഴിയും. ഇത് പെട്ടെന്ന് ഒരു ദിവസം ആരും അറിയാതെ കുറെ ഭക്തരെല്ലാം കൂടെ ഇടിച്ചു കയറി വന്ന് അതുകൊണ്ട് പെട്ടെന്നൊരു ആൾക്കൂട്ടത്തിൽ വന്ന് ഒരു കുഴപ്പമുണ്ടാവുകയാണ്. ഇത് മുൻകൂട്ടി അറിയാവുന്നതാണ്. അവിടെ പോലീസും ദേവസ്വം ബോർഡും ഇപ്പോഴും പരസ്പരം പഴിചാരിക്കൊണ്ട് നിൽക്കുകയാണ്. റിപ്പോർട്ടർ ഞാൻ കണ്ടതിൽ
ഉണ്ടായിരുന്നു. കൃഷ്ണരാജ് പറഞ്ഞ റിപ്പോർട്ടർ അവിടെ ഉണ്ട്. സാറ് നോക്കിക്കോളും. വിവേകാനന്ദ ട്രാവൽസ് എന്ന് പറഞ്ഞ ഇതിന് മുന്നേ ഞാൻ ശബരിമല ഡ്യൂട്ടി ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനു മുന്നേ വിവേകാനന്ദ ബസ്സിൽ 7, 8, 12 മണിക്കൂർ 13 മണിക്കൂർ വരെ നിന്നിട്ട് ശബരിമല കയറിയിട്ടുണ്ട്. എനിക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പോലീസിലല്ലാത്ത കാലത്ത് ഞാൻ ശബരിമല പോയപ്പോ എനിക്കുണ്ടായ അനുഭവങ്ങൾ എനിക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് അവിടെ ചെന്ന് ചെയ്യുന്ന കൺട്രോൾ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. മൊത്തം ആൾക്കാരെ ശബരിമലയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ പക്ഷേ ആ കൺട്രോളിങ്ങിനകത്ത് പരാജയം സംഭവിച്ചു എന്നല്ലേ ഈ കാണിക്കുന്നത്? പോലീസ് നേരത്തെ ദേവസ്വം ബോർഡ് പറയുന്നത് നേരത്തെ ഒരു മിനിറ്റിൽ കയറ്റിവിട്ടിരുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ 1 മിനിറ്റിൽ കയറിവിടുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടായി. അതൊക്കെ സ്വാഭാവികം. 1 മിനിറ്റിൽ 10 രൂപയുടെ കുറവുണ്ടായാൽ അതനുസരിച്ച് ആകെ തിരക്ക് വർദ്ധിക്കില്ലേ? ചോദിക്കൂ, അവിടെ 1 മിനിറ്റിൽ എത്ര ആളെ കയറ്റി വിടാം? അതിനാണ് 32,000 പേര് ബാലൻസ് വരണം. ഒരു ദിവസം 32,000 പേര്, 88,000 അല്ലെങ്കിൽ 90,000 പേര് കയറ്റി വിടാൻ പറ്റും നമുക്ക്. ബാക്കി 30,000 പേര് അവിടെ വരണം. അവര് തിരക്കാണ് ഈ കാണുന്ന. ശരി, ഓക്കെ. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. രാധാകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, ഈ ശബരിമലയിലെ മുന്നൊരുക്കത്തിൽ വീഴ്ച ഉണ്ടായതായി താങ്കൾ കരുതുന്നുണ്ടോ? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. രാജേന്ദ്രൻ, സോറി, ക്ഷമിക്കണം, ഞാൻ കേട്ടപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ്. ശ്രീ രാജേന്ദ്രൻ, താങ്കൾ പറഞ്ഞോളൂ. രാമചന്ദ്രൻ, താങ്കൾ കുറച്ചുകൂടി ഒന്ന് ഉറക്കെ പറയുമോ? രാമചന്ദ്രൻ, ശ്രീ പറഞ്ഞോളൂ. ഇത് ശരിക്കും സർക്കാരിന്റെ ഒരു വീഴ്ചയാണ് സാറേ. കാരണം വെച്ചാൽ ഇത്രയും ആള് വരുന്നത് കാരണം വെച്ചാൽ ഇത് കൊല്ലാകൊല്ലം ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ. അപ്പൊ ഒരു തയ്യാറെടുപ്പ് സർക്കാർ എടുത്തോണ്ടല്ലേ, സർക്കാർ അത് ചെയ്യുന്നില്ല. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്കോട് പോകണം. വടകരയിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് സർക്കാർ ഇതെല്ലാം പ്രതീക്ഷിക്കേണ്ടതാണ്. കുംഭമേളക്കെല്ലാം കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്നിട്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഈ കുംഭമേള നടക്കുന്ന സ്ഥലം താങ്കൾ കണ്ടിട്ടോ വായിച്ചിട്ടോ ഉണ്ടെങ്കിൽ അറിയാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ നദീതടങ്ങളിൽ അത്തരം സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഇതൊരു കാടാണ്. കാട്ടിലേക്കൊക്കെ പ്രതീക്ഷിക്കണല്ലോ സർക്കാർ. ഇത് പ്രതീക്ഷിക്കണ്ടേ? അപ്രതീക്ഷിതമായിട്ട് യാതൊരു മുന്നൊരുക്കങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും മറ്റുദ്യോഗസ്ഥന്മാരായാലും കഴിഞ്ഞ കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരക്കുകൾ നിയന്ത്രിക്കാൻ ഉതകുന്ന രീതിയിലെ നടപടികൾ എടുത്തില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകം. ശരി, ഓക്കെ. മറ്റു പ്രശ്നമുണ്ട്. കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. കാര്യം ഒന്നാമത് നടക്കുമെന്ന് ഈ ഈശ്വര വിശ്വാസത്തിലെ ആൾക്കാരായതുകൊണ്ടായിരിക്കും. ഇത് മുൻകൂട്ടി കാണണ്ടേ? ഒന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ നിയന്ത്രണം ഈശ്വര വിശ്വാസമായിട്ടൊക്കെ ബന്ധമുണ്ടോ? അല്ല, അവർക്ക് അതിനോട് താല്പര്യം അത്രേ ഉള്ളൂന്നില്ലല്ലേ. കാരണം ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ല, ദേവസ്വം മന്ത്രി ആയാലും ഈ കെട്ടിയ സ്ഥലത്ത് നടത്തുമ്പോൾ അതിന് പുള്ളിയും ഒഴിവാക്കണമായിരുന്നു. ഇവർക്ക് അറിയില്ല. ഇത് അത്രയും ഇപ്പം നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഇന്ത്യത്തിലെ ഏറ്റവും വലിയൊരു ഞാനൊരു വിശ്വാസം തന്നെ അങ്ങനെ വിശ്വാസമില്ല, ഞാൻ പോയില്ല. എന്നാലും പറഞ്ഞു വിശ്വാസം മാനിക്കണ്ടേ? ഗവൺമെന്റ് മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇത് പെട്ടെന്നുള്ള കാര്യമല്ലല്ലോ, ഇത് ആദ്യം അറിയുന്ന കാര്യമല്ലേ. ഗവൺമെന്റ് ലാഘവബുദ്ധിയോടെ കാണുന്നത്. കാരണം ഇവർ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ മാത്രമേ പറയാനില്ല, അല്ലാതെ അവർക്ക് പറയാനൊന്നും പറയാനില്ല. ശരി, ഓക്കെ. ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രസാദ്, എങ്ങനെയാണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമലയിലെ തിരക്ക്, ചില സാങ്കേതിക വിഷയങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒരു ദിവസം കടത്തിവിടാൻ കഴിയുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒക്കെ ഒരു കണക്കുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ വന്നുമ്പോൾ സ്വാഭാവികമാണ് എന്ന് ഒരു വാദം ഉയരുന്നു. പക്ഷേ അത്തരം ആളുകൾ അത്രത്തോളം കടന്നു വരാതെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ച് കടത്തിവിടേണ്ട ഉത്തരവാദിത്വം എന്തായാലും സംവിധാനത്തിലുണ്ട്. എവിടെയാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കാര്യം ഇത് ഗവൺമെന്റിന്റെ തീർത്തും അനാസ്ഥയാണ്. ഇതിന് ഞാൻ എനിക്ക് 48 വയസ്സേ ഉള്ളൂ. കുറഞ്ഞതൊരു 90 മലയെങ്കിലും ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ കർണാടകയിലെ ഡാണ്ടലി എന്ന് പറയുന്ന സ്ഥലത്ത് കാർവാർ ഡിസ്ട്രിക്റ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ 28 വർഷമായിട്ട് അവിടുന്ന് 2 പ്രാവശ്യവും മലയ്ക്ക് വരുന്ന ഇതിനെ നമ്മുടെ ജനുവരി മാസത്തിലും അല്ലാതെ വിഷു പൂജയ്ക്കും കണ്ടിന്യൂ ഒരു 100-150 സ്വാമിമാരെയും കൊണ്ട് വന്നുകൊണ്ടിരുന്ന ഞാന്. അപ്പൊ അന്നൊന്നും ഈ പ്രശ്നങ്ങളില്ലായിരുന്നു. ഇവരെ ഈ ഗവൺമെന്റ്, പക്ഷെ താങ്കൾ ഈ ഇത്രയും കാലത്തിനിടയിൽ പോയിട്ടുണ്ട്, അന്നൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ? ഇതിനു മുമ്പും ഒക്കെ സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു, അത് ശരിയാണ്. പക്ഷെ ഇതിനു മുമ്പും ഒക്കെ 10-12 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയൊക്കെ ശബരിമലയിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. നിലയ്ക്കലിൽ ഇപ്പം ഇത്രയും റഷ് വന്നതിന്റെ കാര്യം എന്നാ, ത്രിവേണിയിലും ഹിൽ ടോപ്പിലെയും പാർക്കിംഗ് പൂർണ്ണമായി ഇവർ നിരോധിച്ചു. ഇവിടെ
നിലയ്ക്കലിൽ ഇപ്പോൾ ഉള്ള പാർക്കിങ്ങിൽ അവിടെ ഒരു സൗകര്യങ്ങൾ ഇവർ ഉണ്ട്, ഒരു കക്കൂസ് ഉണ്ട്, അവിടെ വെള്ളമുണ്ടോ, ബാത്റൂമിൽ വെള്ളമുണ്ടോ, ഇത്രയോ ആൾക്കാർ അവിടെ എല്ലാം അവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്ന് ഇവർ പറയുന്നു. പാർക്ക് ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെന്റ് താങ്കളുടെ വിമർശനം ശരിയാണ്, അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ കക്കൂസില്ല, കുളിമുറിയില്ല, അവിടെ വെള്ളമില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ഒപ്പം അതെ, തീർച്ചയായിട്ടും ഇവർക്ക് ഇതിനു മുമ്പ് ഇതിനെക്കാട്ടിൽ തിരക്ക് വന്നിട്ടുള്ളപ്പോൾ ഇവർ നിയന്ത്രിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതല്ലേ അല്ലേ? ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നമുണ്ട്. ദുബായിൽ നിന്നും ശരത്താണ്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് തികച്ചും ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള ഒരു അലംഭാവം തന്നെയാണ്. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2017 വെള്ളപ്പൊക്കത്തിന് ശേഷം അതിനുശേഷം കോവിഡും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 2022-23 തിരക്കുണ്ടാവുമെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇവർ ഈ വെർച്വൽ ബുക്ക് ചെയ്യുന്നത് കൃത്യമായി അറിയാം. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും എത്ര സ്ലോട്ടുകൾക്ക് എത്ര ആൾക്കാർ വരും എന്നുള്ളത്. ഇവർക്ക് പല പല ചെക്ക് പോയിന്റുകൾ ഉണ്ടല്ലോ, അവിടെ ചെക്ക് ചെയ്ത് അതാത് സമയത്തിൽ വരുന്നവരെ മാത്രം വിട്ടുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് ആ സമയത്ത് തിരക്കുണ്ടെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാതിരുന്ന് അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ചെയ്യാൻ ഉള്ളവർ വരുന്നവരെ ഒരു സ്ഥലത്തെ പ്രത്യേകം പാർക്ക് ചെയ്ത് അതിനുശേഷം തിരക്ക് കുറയുമ്പോൾ വിടാമായിരുന്നു. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കൃത്യമായ കണക്കുകൾ ഇവിടെ എല്ലായിടത്തുണ്ടല്ലോ. ഓരോ ദിവസവും ശബരിമല സന്ദർശിക്കുന്ന വ്യക്തികളുടെ കൃത്യമായ കണക്കുകൾ വരും ഇപ്പൊ പറയുന്നുണ്ട്. മുൻ വർഷങ്ങൾ അങ്ങനെ പറ്റില്ലായിരുന്നു. ഇപ്പൊ കൃത്യമായി സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ബുക്കിങ്ങും ഉള്ളത് കൊണ്ടാണ് അവർക്ക് കൃത്യമായ കണക്കുകൾ പറയാൻ പറ്റുന്നത്. ആ സാഹചര്യത്തിൽ തിരക്ക് ഉള്ള ദിവസങ്ങൾ ഇവർ കൃത്യമായി അറിയാം. ഇവർക്ക് സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൊണ്ട് അങ്ങനെ ബുക്ക് ചെയ്യാതെ വരുന്ന ആൾക്കാരെ പല ഏരിയയിൽ തടഞ്ഞു നിർത്തി വിടാമായിരുന്നു. ശരി, അത്തരം സംവിധാനങ്ങളിൽ വീഴ്ച ഉണ്ടായെന്ന് വേണം കരുതാൻ. നമുക്ക് മറ്റൊരു പ്രേക്ഷകനുണ്ട്. പാലക്കാട് നിന്നും ഷിഹാബുദ്ദീനാണ്. ശ്രീ ഷിഹാബുദ്ദീൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ നമസ്കാരം. പറയാം, ഞാൻ ഒരു ഡ്രൈവറാണ്. നമ്മൾ പോയി വന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവറാന്ന് പറയാം. ഈ ശബരിമലയിലൊക്കെ പോയി വന്നുകൊണ്ടിരുന്ന ഡ്രൈവർ കൂടിയാണോ? അതെ സാറേ, അതെ. ഞാനിപ്പോഴും എന്താണ്, ബസ്സാണോ താങ്കൾ അതോ ടെമ്പോ ആണോ? അല്ല, ഞാൻ ട്രാവലറാ സാറേ. ട്രാവലറാണ്. ഓക്കെ. എത്ര പേര് കയറും ട്രാവലറിൽ? 20 സീറ്റ് വണ്ടിയാന്ന് പറയാം. അതെങ്ങനെയാണ് നിങ്ങൾ സാധാരണഗതിയിൽ പാലക്കാട് നിന്ന് എപ്പം തിരിച്ച് എപ്പോഴാണ് അവിടെ എത്തുന്നത്? അതിനുശേഷം മടങ്ങുന്നത് എങ്ങനെയാണ്? അല്ല, ചില സമയത്ത് അമ്പലം കറങ്ങി പോകാറുണ്ട്, ചില സമയത്ത് ഡയറക്റ്റ് പോകാറുണ്ട്. പക്ഷെ വിഷയത്തല്ല, നമ്മുടെ ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളുടെ കുറിച്ചല്ല ആണല്ലോ. ശരി, പറഞ്ഞോളൂ. സാറേ, ഇത് വേറൊന്നുമല്ല. അതായത് മെയിനായിട്ട് വന്നിട്ട് ഇപ്പൊ നേരത്തെ ശരത്ത് മറ്റേ ദുബായ് എവിടെന്നോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞൊരു വാചകം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. പക്ഷെ മെയിനായിട്ട് അവിടുത്തെ പാർക്കിംഗ് സിസ്റ്റത്തിലാണ് വലിയൊരു ചേഞ്ചസ് വരുത്തേണ്ടത്. കാരണം വേറൊന്നുമല്ല എന്ന് പറയാം, അവിടെ കുന്നും മേടും കുഴിയും അങ്ങനെയുള്ള ഒരു നിലപാടാണ് അവിടെ ഉള്ളത് എന്ന് പറയാം. അപ്പൊ അതിലൊക്കെ ഒരു വ്യത്യാസം വരുത്തി വണ്ടികളെ കൂടുതലായിട്ട് പാർക്ക് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു വീക്ഷണത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, പിന്നെ ഇപ്പൊ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ടോൾ സിസ്റ്റം മാതിരി ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന് വ്യത്യാസം വരുത്തണം. നേരത്തെ അവിടെ തന്നെ ഒരുപാട് പെൻഡിങ്ങുകൾ, ചില സമയത്ത് 5-10 മിനിറ്റോളം അവിടെ വണ്ടി നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതിനനുസരിച്ച് ബാക്കിൽ ഒരുപാട് വണ്ടി പെൻഡിങ് ആയി. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ജയക്കുട്ടനാണ്. ശ്രീ ജയക്കുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നേരത്തെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെല്ലാം പരിഹാരം കാണേണ്ട ഒരു സംവിധാനം നമ്മുടെ പരാജയപ്പെട്ടു പോയി എന്ന് വേണമോ കരുതാൻ? തീർച്ചയായിട്ടും. കാരണം ശനിയാഴ്ച രാവിലെ ഞങ്ങൾ പോയതാണ്. തിരിച്ചു വന്ന രാത്രി തിങ്കളാഴ്ച വൈകിട്ടാണ് തിരിച്ചത്. അതായത് ശനിയാഴ്ച വൈകുന്നേരം 11 മണിക്ക്. ശനിയാഴ്ച രാവിലെ താങ്കൾ പോയതാണ്. ഏത് വഴിയാണ് പോയത്? പമ്പയിൽ നിന്ന് വേറെ കയറുമായിരുന്നു അതോ കുമളിയിൽ നിന്ന് വന്നു എന്ന് കണ്ടുകൊണ്ട് ചോദിച്ചാണ്? കുമളി എരുമേലി വഴിയാണ് പോയത്. ഓക്കെ. സാധാരണ ഒരു ഗതി വണ്ടി പോകുന്നത് 4 മണിക്കൂറാണ്, കുമളി പമ്പ. ഞങ്ങൾ പോയത് 7-8 മണിക്കൂർ പിടിച്ചു പമ്പ ചെല്ലാൻ. KSRTC ഒരു 10-24 തവണ പല സ്ഥലത്തും പിടിച്ചിട്ടു. അതിന് പൂർണ്ണ പരാജയം എന്ന് നമ്മൾ പറയുന്നത്. കാരണം 17 വർഷമായി ഞാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ മുമ്പ് ഒരു പ്രശ്നോട് പറഞ്ഞു വെള്ളമില്ല എന്ന്. താങ്കൾ പോയെന്നില്ലല്ലോ. താങ്കളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനോട് ക്യൂ കോംപ്ലക്സ് 1 B 1A 1B 1C നോക്കാൻ പറഞ്ഞു. ഇവിടെ വെള്ളമാണ് നോക്കാൻ പറഞ്ഞു. അതിനെ കുറിച്ചല്ല നേരത്തെ പറഞ്ഞത്. അവിടെ ബാത്റൂമിൽ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്. ബാത്റൂമിൽ വെള്ളമില്ല, അല്ലാതെ കുടിക്കാനും വെള്ളമില്ല. കാരണം ഈ പുതിയ ക്യൂ കോംപ്ലക്സിന്റെ സിസ്റ്റം വളരെ പരാജയമാണ്. സാധാരണ രീതിയാണ്, ഇത് തിരക്കില്ല. സാധാരണ നേരത്തെ പറഞ്ഞത് നിലയ്ക്കൽ ഇതിനുള്ള സംവിധാനം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് നിലയ്ക്കൽ ആ സംവിധാനം ഉണ്ട്, അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഉള്ളതിനെ ആ തരത്തിലും വീഴ്ച ഉണ്ടെങ്കിൽ അതും അങ്ങനെയല്ലേ പറയേണ്ടത്?
അല്ല, ഇത് മൊത്തത്തിൽ പരാജയമാണ്. അതുകൊണ്ടാ പറഞ്ഞത്. കാരണം വർഷങ്ങളായിട്ട് പോകുന്ന എനിക്കറിയാലോ. അതുകൊണ്ടല്ലേ നമ്മൾ പറയണേ. അവിടെ കൃത്യമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഇന്ന് രാവിലെ മുതൽ തന്നെ പൂർണ്ണ സമയം ഈ ഇതിനു വേണ്ടി തന്നെ നീക്കിവെച്ച് അവിടെ തന്നെ ഉണ്ട്. അവിടെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. നിരവധി റിപ്പോർട്ടർമാരെയാണ് അണിനിരത്തിയിട്ടുള്ളത്. ഓരോ സ്ഥലത്തായി നിന്നുകൊണ്ട് യാത്രയുടെ ഓരോ ഘട്ടത്തിൽ നിന്നുകൊണ്ട് അവിടെ എന്തെല്ലാമാണ് പ്രയാസങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കാനും അത്തരം ഒരു ചൂണ്ടിക്കാണിക്കലൊക്കെ വഴി അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടിയാണ് അത്തരത്തിലേക്ക് വിഷയങ്ങളെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്കും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്കും ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറ. സാധാരണ മണ്ഡലകാലത്ത് സംസ്ഥാന മന്ത്രിസഭ കൂടുകയോ ഇതിനെപ്പറ്റി അവലോകനം ചെയ്യുന്ന ഒരു യോഗമൊക്കെ കാണാം. പ്രാവശ്യം അത് ഉണ്ടാവില്ലോ എന്ന് എനിക്കറിയില്ല. വാർത്തയിലൊക്കെ അവലോകന യോഗവും ഒക്കെ കൃത്യമായി തന്നെ നടന്നിരുന്നു. സത്യത്തിൽ എന്നിരുന്നാലും ഈ പ്രാവശ്യം അത് വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധ സർക്കാരിന്റെ അതിലില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഗൂഢാലോചന ഇനി ഇടതുപക്ഷ സർക്കാരിന് ശബരിമല തകർക്കാൻ മനഃപൂർവ്വമാണോ ഇത് ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം കഴിഞ്ഞകാല അനുഭവം അതാണല്ലോ. ശബരിമലയിലെ ഭക്തന്മാർ അവർ വിരിവെക്കുന്നിടത്ത് വെള്ളം നനക്കുകയും അവിടെ അനുവദിക്കാതിരിക്കുകയും ഒരു കാലഘട്ടം നമുക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ട്. അതേ സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദൈവവിശ്വാസം ഇല്ല. അവര് നിരീശ്വരവാദികളാണ്. വിശ്വാസികളോട് അവർക്ക് അന്ധമായ വിരോധമുണ്ട്. പക്ഷെ അത് പുറത്തു പറയാൻ പറ്റില്ല. കേരള സമൂഹത്തോട് ഞങ്ങളെ വിശ്വാസികളല്ല, നിങ്ങൾ വിശ്വസിക്കരുത്, ശബരിമല പോരുത്. എന്തായാലും കേരള സമൂഹത്തിൽ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത്തരത്തിൽ വിശ്വാസികളോട് അത്തരത്തിൽ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പലതവണ തുടർച്ചയായി അധികാരത്തിൽ വരില്ലല്ലോ. എന്തായാലും കേരള സമൂഹത്തിലെ ഒരു 90% മനുഷ്യരും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വിശ്വാസികളായ മനുഷ്യരാണല്ലോ. അവർക്കാണല്ലോ മഹാഭൂരിപക്ഷവും. സാർ, അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സാർ. എന്റെ നാട്ടിലെ പാവപ്പെട്ട ഹൈന്ദവ സ്ത്രീകളോട് അവർ പറയില്ല നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ അമ്പലത്തിൽ എണ്ണ ഒഴിക്കരുത്, അവർ പബ്ലിക്കായിട്ട് പറയില്ല. എന്നാൽ അവർ രഹസ്യമായിട്ട് അവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. കല്ലിൽ കൊണ്ടുപോയി എണ്ണ അയക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ എന്റെ നാട്ടിലെ പാവം മുസ്ലിം സ്ത്രീകളോട് അവർ പറയില്ല. അവർക്ക് പറയാനുള്ള ധൈര്യമില്ല. ആർജവം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട്. ആർജവം അവർ പറയണം. അവർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന അവർ അന്ധവിശ്വാസവും എന്തൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളൊക്കെ എല്ലാ കാലത്തായാലും കാലം മാറുന്നതനുസരിച്ച് നമ്മൾ എതിർക്കുകയും അതൊക്കെ തിരുത്തപ്പെടേണ്ടതുമാണല്ലോ. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. അത് തിരുത്തപ്പെട്ട് തന്നെ വേണം. അങ്ങനെയാണ് കാലം പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അയ്യപ്പനെ വിശ്വസിക്കുന്ന അന്ധവിശ്വാസമാണോ? മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുരളീധരനാണ്. ശ്രീ മുരളീധരൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ മുരളീധരൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ ഇന്നലെ ശബരിമല ദർശനം കഴിഞ്ഞ് രാത്രി 1 മണിക്ക് ശേഷം എത്തിയ ആളാണ്. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു ദർശനം? തിരക്ക് വളരെ കൂടുതലാണ്. പക്ഷേ ക്രൗഡ് മാനേജ്മെന്റ് 100% പരാജയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ ഡൈനാമിക് ക്യൂ സിസ്റ്റത്തിലെ ഹോളുകളിൽ ആൾക്കാരെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുന്ന് ചിലപ്പോൾ 1 മണിക്കൂർ, ഇന്നലെ ഞാനിരുന്നപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഒരിടത്തു നിന്ന് റിലീസ് ചെയ്തത്. അതിനുശേഷം അങ്ങനെ നമ്മളെ ഓരോ സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് നമുക്ക് തണലുള്ള, അതായത് ഷെഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് കടത്തി വിടുകയും അതിനുശേഷം നമ്മളെ കടത്തി വിട്ട വെയിലുള്ള സ്ഥലത്ത്, അതായത് ശരംകുത്തിയുടെ ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അവിടെ 1 മണിക്കൂറിൽ കൂടുതൽ ആൾക്കാർക്ക് വെയിൽ കൊണ്ട്, അതായത് വെള്ളം പോലും കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് സംവിധാനങ്ങളുണ്ട്, ചൂടുവെള്ളം കൊണ്ട് തരുന്നുണ്ട്. അത് നമ്മൾ ചെല്ലുന്ന ഹാളിലാണ്. അവിടെയൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ബിസ്ക്കറ്റ് സഹിതം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ താങ്കൾ പറയുന്നത് വെയിലത്ത് വെള്ളം ആവശ്യമായ ഘട്ടത്തിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് അല്ലേ? ആവശ്യമായ ഘട്ടത്തിൽ വെള്ളം കിട്ടും. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ചൂടുവെള്ളം കൊണ്ടുവരാനും, അതായത് കൃത്യമായിട്ട് നല്ല ചൂടുവെള്ളം അവിടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശരി. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് പോകേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്നും നൌഷാദാണ്. ശ്രീ നൌഷാദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കഠിനമാണിത്. കാര്യം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരെ ആളുകൾ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മലയാളിക്കൊരു അപമാനം തന്നെയാണ്. ഇവിടെ ഇത് കൃത്യമായ സ്ഥിര സംവിധാനം ഇത് അത്യാവശ്യമാണ്. കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ എന്തുകൊണ്ട് ഒരു സ്ഥിരം ഏർപ്പാട് അവിടെ ചെയ്യുന്നില്ല? ഇവിടെ നിന്ന് കിട്ടുന്ന പിന്നെ വരുമാനം കൊണ്ടെങ്കിലും ഒരു നല്ലൊരു ഇതുണ്ടാക്കാൻ പാടില്ലേ? അതാണ് എല്ലാ സർക്കാരും, ഇപ്പൊ ഒരു സർക്കാർ മാത്രമല്ല, മാറി മാറി ഇവിടെ വന്നിട്ടുള്ള സർക്കാരുകൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് കേരളത്തിന് അപമാനമാണ്, പിന്നെ മലയാളിക്ക് അപമാനമാണ്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തമ്പാനാണ് പയ്യന്നൂരിൽ നിന്നും. ശ്രീ തമ്പാൻ, താങ്കൾ ശബരിമലയൊക്കെ സന്ദർശിക്കുന്ന ആളാണോ? ഇല്ല സാർ, ഇവിടുത്തെ ഈ TV രംഗം കണ്ടിട്ട് തന്നെ ഹൃദയഭേദകമായ കാഴ്ച സാർ. ഈ TV കാണുന്നതിന് വളരെയേറെ വിഷമം തോന്നുന്നുണ്ട്.
ഹലോ, പറഞ്ഞോളൂ. ആ, ഇതേ രീതിയിൽ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി കാണുന്നുണ്ടല്ല, ഭരണചക്രം 21 മന്ത്രിമാരും ഭരണചക്രം തന്നെ പോയിട്ടുണ്ടാവും ചുക്കുവെള്ളവും വിശറിയായിട്ട്. ഒരാൾ നാദനം നെല്ലില്ലാത്ത തിരിഞ്ഞു നോക്കുന്ന സാരി, ആരും തിരിഞ്ഞു നോക്കാനില്ല, നാദനല്ല കളരി, ഹൃദയഭേദകമായ കാഴ്ച. ഇവരെന്ത് ഭരണഘടന നടത്തുന്നത്? ചെന്നിത്തലയിൽ നിന്നും സത്യപാലൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സത്യപാലൻ, താങ്കൾ ചെന്നിത്തല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓർത്ത തിരക്കിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ഞാൻ KSRTCയിലെ ഡ്രൈവറാണ്. ശരി, അപ്പോൾ ഈ ശബരിമല ഡ്യൂട്ടിയൊക്കെ സ്ഥിരമായി പോകുന്ന ഡ്രൈവർ കൂടിയാണോ? അതെ, ഞാൻ 15 കൊല്ലത്തിന് മുമ്പ് ഈ ശബരിമല ഡ്യൂട്ടി പോയിക്കൊണ്ടിരുന്ന ഡ്രൈവറാണ്. പറഞ്ഞോളൂ. അപ്പം ഞാൻ അന്ന് ഈ ശബരിമല ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇതിനേക്കാൾ വളരെ തിരക്കുണ്ടായിരുന്നു, വളരെയേറെ തിരക്കുള്ള സമയമായിരുന്നു. പക്ഷേ ആ അതിന്റെ ക്രമീകരണം അന്ന് ഈ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ്. കാരണം നമ്മുടെ ത്രിവേണിയിൽ ആള് കൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ മാവേലിക്കരയെന്നും ഹരിപ്പാട്ടുനിന്നും കായംകുളത്തുനിന്നും തിരുവല്ലായിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒക്കെ പമ്പയ്ക്ക് ചെല്ലുന്ന സർവീസ് അവിടെ ആളിനെ ഇറക്കി കഴിയുമ്പം ഞങ്ങൾക്ക് ഓർഡർ തരും, നിങ്ങൾ ത്രിവേണിയിൽ നിന്ന് നിലക്കിലോട്ട് സർവീസ് അയ്യപ്പന്മാരെ കൊണ്ടുപോകാൻ പറയും. ഞങ്ങൾ ഉടനെ തന്നെ ത്രിവേണിയിൽ നിന്ന് നിലക്കൽ ആളിനെ ഇറക്കും, തിരിച്ചു വരും, നിലക്കിലിറക്കും. അപ്പൊ ആള് കുറയുമ്പോൾ ഞങ്ങളെ തിരിച്ച് മാവേലിക്കരയ്ക്ക് വിടും. അപ്പൊ ആള് കൂടുന്ന സമയത്ത് ചെല്ലുന്ന വണ്ടികളിൽ ഇതുപോലെ അടിച്ചുകൊണ്ടിരിക്കും. വരുന്ന വണ്ടി മൊത്തം ത്രിവേണി വരികയും ചെയ്യും, നിലയ്ക്ക് പിടിച്ചെടുത്തുമില്ല. അന്നും ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇന്ന് സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ ഇടപെടലുകളാണ്. ഒരു വിഭാഗം ആൾക്കാർക്ക് ഞങ്ങൾ ഇത് സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവർക്ക് വേണം ഇതിന്റെ ക്രെഡിറ്റ്. എന്നാൽ ഈ ക്രെഡിറ്റ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം ആൾക്കാർ അവിടെ തുനിയിറങ്ങുന്നു. ആ രണ്ട് വിഭാഗം, ഈ രണ്ടല്ല ഇപ്പം മൂന്നുണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്. ഈ 3 വിഭാഗം ആൾക്കാരും കൂടി തമ്മിൽ തല്ലുന്നതിന്റെ ഒരു പ്രത്യാഘാതമാണ് ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടാകുന്നത്. ഞാൻ തറപ്പിച്ച് ഞാൻ പറയാം. ഇവരെ 3 കൂട്ടരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിയെ ശബരിമല ഏൽപ്പിക്കട്ടെ. ഇതിൽ ലക്ഷങ്ങൾ വന്നാൽ പോലും ഒരു അയ്യപ്പ ഭക്തനും ഒരു കേടുകൂടാതെ സന്നിധാനത്ത് തൊഴുതിട്ട് വരാൻ ഉണ്ടാകുമെന്ന് ഞാൻ തീർത്തു പറയാം. കാരണം ഞാൻ 9 വർഷം ശബരിമല സർവീസ് പോയിരുന്ന ഒരു അയ്യപ്പ ഭക്തനും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ 65 പേര് മാത്രമേ കയറത്തുള്ളൂ ചെങ്ങന്നൂന്ന്. അവരെ പമ്പയെ കൊണ്ടുവിടും. ആ പമ്പയെ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പോയി വരും. അവിടെ അയ്യപ്പ ഭക്തന്മാർ കൂടിയാൽ പറഞ്ഞാൽ അവരെ നിലക്കെ കൊണ്ട്. ശരി, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒരുപാട് പ്രേക്ഷകരുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടപെടേണ്ടി വരുന്നത്. രാമകൃഷ്ണനാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ മുന്നൊരുക്കത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ 42 വർഷം ശബരിമല 18ാം പടി കയറിയ ആളാണ് ഞാൻ. 42 വർഷം. ഇതിലും എത്രയോ തിരക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ആവശ്യം എന്താന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന് പലചരക്ക് കട തുറന്നു വെക്കുന്ന മാതിരി രാവിലെ മുതൽ തുറന്നു വെക്കുക എന്നും ശബരിമല അടയ്ക്കാൻ പാടില്ല. ആ ഒരു കാര്യം തിരക്ക് കാരണം അത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കണക്കുകൂട്ടല്. ഹലോ, ശരി, പറഞ്ഞോളൂ. ഇതിലും വലിയ തിരക്കുകൾ ഉണ്ടായിട്ടുണ്ട്. 13 മണിക്കൂർ 14 മണിക്കൂർ മരക്കൂട്ടത്ത് നിന്ന ആളാ ഞാൻ. അന്നൊന്നും വെള്ളം ഇതൊന്നും കൊടുത്തു തരാൻ, ഇന്നിപ്പോ വെള്ളം ഇതൊക്കെ അവിടുത്തെ വോളണ്ടിയർമാർ കൊടുന്ന് തരുന്നുണ്ട്. അന്നൊന്നും അതില്ലാത്ത കാലത്തും തിരക്കുണ്ടായിരുന്നു. പോലീസുകാർക്ക് ഒരു വാശി. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകും മുമ്പ് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ന്യൂസ് 18 പൊതുവേദിയിലെ ചർച്ച തുടരും. ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയിലേക്ക്. റിലയൻസ് ഫാഷൻ ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ശബരിമലയിൽ മുന്നൊരുക്കങ്ങളിൽ സർക്കാരിൻ്റെ വീഴ്ചയുണ്ടായോ എന്നുള്ള വിഷയമാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ചേർത്തലയിൽ നിന്നും രാധാകൃഷ്ണനാണ് പ്രതികരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? സാർ, ഞങ്ങൾ ഈ ഞായറാഴ്ച ഞങ്ങൾ പോയ ആൾക്കാരാണ്, പോയ ഭക്തന്മാരാണ്. ഈ ഞായറാഴ്ച പോയത്? ഞായറാഴ്ച പോയായിരുന്നു. ഓക്കെ. ചേർത്തലയിൽ നിന്ന് എപ്പോഴാണ് ഞായറാഴ്ച പോയത്? ഞങ്ങൾ കാലത്താണ് അവിടുന്ന് പോയത്. ഒരു 10 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞായറാഴ്ച പോയി തൊട്ടടുത്ത ദിവസം വന്നോ അതോ അന്ന് തന്നെ വന്നോ?
ഇല്ല ഞങ്ങള് പിന്നെ രണ്ടാമത്തെ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് തിങ്കളാഴ്ച രാത്രി അവിടെ എത്താൻ ഞങ്ങൾക്ക് പറ്റിയത്. ഓക്കെ, 3 ദിവസം എടുത്തു. പിന്നെ ഞങ്ങൾ അന്ന് ഹലോ പറഞ്ഞോളൂ. ഞങ്ങള് പിന്നെ എരുമേലിയിൽ നിന്ന് ഞങ്ങള് അവിടെ തൊട്ട് ഞങ്ങള് ബ്ലോക്കായിരുന്നു ഞങ്ങൾക്ക്. ശരി. ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു. ഞങ്ങളുടെ പിള്ളേർക്ക് തുള്ളി വെള്ളം കിട്ടാൻ ഒരു ദിവസം ഞങ്ങളുടെ കയ്യിരുന്ന വെള്ളമൊക്കെ തീർന്നു പോയി. ഞങ്ങള് 4 പിള്ളേർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇത് പിന്നെ നമ്മൾ റോഡിന്റെ വശങ്ങളിൽ എവിടെയും വെള്ളം കിട്ടാതെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, അടുത്തുള്ള കടയിൽ നിന്നും പിന്നെ വെള്ളം ഞങ്ങൾ ചോദിച്ചിട്ട് പോലും അവിടെ ഇല്ല സംഭവങ്ങള്. പിന്നെ ഞങ്ങള് പിന്നെ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് പിന്നെ പമ്പയിലെ നമ്പർ തന്നായിരുന്നു, അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ വലഞ്ഞു പോയി. ഇതൊരു ബീച്ചക്കേടാണിത്. ഞങ്ങൾ എല്ലാ വർഷവും പോകുന്ന ഭക്തന്മാരാണ്. ഞങ്ങൾ നടന്നു വരെ പോയിട്ടില്ലാണ് ഇത് മുമ്പ്. ഇപ്പം ഞങ്ങൾ വണ്ടി വിളിച്ചാണ് പോയത്. എന്നിട്ട് പോലും നമുക്ക് നിലയ്ക്ക് എന്നുള്ള ആ ഗതാഗതം തന്നെ നമുക്ക് ആകെ പിന്നെ തകർന്നായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും പിന്നെ കഷ്ടപ്പെട്ടു പോയി. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ മോഹൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമലയിൽ തിരക്കൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ മുൻകൂട്ടി കണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടിയിരുന്നതാണോ, അതോ സ്വാഭാവികമായി അവിടെ ഒരു ദിവസത്തേക്ക് കടന്നു വരാൻ കഴിയുന്നതിലും കൂടുതൽ ആളുകൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്? എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാറേ, ഇവിടെ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ഇത്ര ആള് വരണം, ഈ ഇന്ത്യയിൽ നിന്ന് ആളുകൾ മൊത്തം വരുവാണ്. അപ്പൊ സർക്കാരിന് അറിയാൻ പറ്റുക ഇവിടുന്ന് ആള് വരുന്നു, എത്ര ആള് വരുന്നു ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് എത്രയാ ഒരുക്കങ്ങളാന്ന് ഒരുക്കുക. ഇപ്പൊ ഞാനടക്കം ശബരിമലയിൽ പോയിട്ടുണ്ട്, കരിമല ചവിട്ടി പോയിട്ടുണ്ട്. അപ്പൊ അന്നും പോകുമ്പോ നമ്മളതിന് ഇത് കല്ലും മുള്ളും കാലക്കും എത്തെ. ഇപ്പൊ ആൾക്കാർ കൂടി, അപ്പൊ അവിടെ ഇത് വികസിക്കുന്നുണ്ട്. അതിന്റെ വികസിക്കാനില്ല, അത് കാടാണ്. അപ്പൊ അവിടെ വികസിക്കാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിലപ്പുറം വികസിക്കാൻ പറ്റൂല. അപ്പൊ അതിനൊരു പരിഹാരം നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ മുന്നേ ബുക്ക് ചെയ്തിട്ട് 20 ലക്ഷം ആൾക്കാർ ഒരേ സമയം അവിടെ കർമ്മം നടത്തുന്നുണ്ട്. ഇവിടെ അതിനുള്ള സംവിധാനമില്ല, മലയുടെ മുകളിലാണ്. അപ്പൊ ഒരു ലിമിറ്റേഷനേ ഇല്ല. അപ്പൊ പോകുന്നവർ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള ഇത് ഇനി പോകണം. അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കണം, ഇത്ര ആളെ ഒരു ദിവസം വരാൻ പാടുള്ളൂ. ശരി, അത്തരം കാര്യങ്ങളൊക്കെ ഇനിയായാലും ഭാവിയിലേക്കായാലും ആലോചിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് കാടിന് ഉള്ളിൽ ഉള്ള ഒരു ക്ഷേത്രമാണ്. ആ കാടിനെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. എന്തായാലും ശ്രീകുട്ടനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീകുട്ടൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ഇപ്പോൾ സർക്കാരിന്റെ ഒരു വലിയൊരു അനാസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ശബരിമലയിലെ തീർത്ഥാടനം കാലാകാലങ്ങളായിട്ട് നടക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരും ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമാണ്. അപ്പോൾ ഇത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വലിയൊരു വീഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നിലയ്ക്കലൊക്കെ സംഭവം എന്ന് വെച്ചാല് ഈ അറവുമാടുകളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്ന വണ്ടികൾ പോകുന്ന പോലെയാണ് ഇപ്പോൾ ഭക്തരെ മാലയിട്ട് വ്രതം നോറ്റ് അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്ന ഭക്തരെ ബസ്സുകളിലൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം പാടെ തകർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരി, ശരി. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സുരേഷാണ് വയനാട് നിന്നും. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അവിടെ കുറെ കൂടി മുന്നൊരുക്കങ്ങൾ ആവശ്യമായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അറിയാം, നമ്മള് ശബരിമല എന്ന് പറയുന്നത് അത്ര പവിത്രമായിട്ട് കാണുന്നതാണ്. കേരളത്തിലെ ലോക ശ്രദ്ധ നേടുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ശബരിമലയ്ക്ക് വരുന്നതാണ്. ഇതിന് മുൻകാലങ്ങളിലാണെങ്കിലും ഓരോ ഏത് സർക്കാർ എന്ന് പറയുന്നില്ല, സർക്കാരുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ പിന്നെ റോഡിന്റെ പണികൾ എത്രയോ മാസങ്ങൾക്ക് മുന്നേ നടത്തും. വെള്ളത്തിന്റെ, അതുപോലെ ടോയ്ലറ്റ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യും. അത് ഒരു കാര്യങ്ങൾ ഈ പ്രാവശ്യം അവിടെ ചെയ്തിട്ടില്ല. മനുഷ്യനെ അറവുമാടുകളെ കൊണ്ടുപോകുന്ന പോലെ KSRTC കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ ഒരു യാത്രയ്ക്ക് KSRTC 10 പേർ അല്ലെങ്കിൽ ബസ്സിൽ 10 പേര് കൂടുതലുണ്ടെങ്കിൽ അപ്പൊ കൈ കാണിച്ചിട്ട് അവർ നടപടി എടുക്കുന്നതാണ് നമ്മുടെ പിന്നെ ട്രാൻസ്പോർട്ട് വകുപ്പുമാര് അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും. ഇവിടെ അതങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവിടെ വെള്ളം കിട്ടാതെയും തലകറങ്ങി വീഴുന്നവരും എന്തോരം മനുഷ്യരാണെന്ന് പോലും കൂടി ഒരു പരിഗണന അവിടെ കൊടുക്കുന്നില്ല. മന്ത്രിയൊക്കെ ഇപ്പൊ ഈ ചാനലിലും പത്രത്തിലും ഒക്കെ വരുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇന്ന് അടിയന്തര യോഗം വിളിച്ചത്, ഇന്നലെ മീറ്റിംഗ് കൂടിയതും.
അതൊന്നും ഒരിക്കലും ശരിയല്ല. ഇത് ശരിക്കും ഭക്തരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഒരിക്കലും ഒരു സർക്കാരും കാണിക്കാനും പാടില്ല, മുന്നോട്ട് ഇങ്ങനെ ചെയ്യാനും പാടില്ല. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി കൊണ്ട് ആറ്റിങ്ങളിൽ നിന്നും വിവേകാണ്. ശ്രീ വിവേക്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഞങ്ങളിപ്പോ ഇന്നലെയാണ് അവിടെ നിന്ന് മല ഇറങ്ങിയത്. നിങ്ങളിപ്പോ കുറച്ചൊരു 10 മിനിറ്റ് മുമ്പേ പറയുന്നത് കേട്ടു, അവിടെ ഇപ്പോ അയ്യപ്പന്മാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, തിരക്കൊഴിയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇന്നത്തെ വിഷയമാണ് പറഞ്ഞത്. ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ വലിയ തിരക്കായിരുന്നു, അവിടെ നിയന്ത്രണങ്ങൾ കടുത്തതായിരുന്നു. ഇന്ന് പക്ഷേ താരതമ്യേന മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവുണ്ട്. അതങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ടർമാർ അവിടുത്തെ എല്ലാ ഭാഗത്തും ഇപ്പോഴുണ്ട്. അവരുടെ വരുന്ന ലഭ്യമായ വിവരങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ 12 മണിക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പോഴും പോലും പമ്പയിൽ നിന്നിട്ട് അയ്യപ്പന്മാരെ കയറ്റി വിടാനുള്ള ഒരു ഇത് കാണുന്നില്ലായിരുന്നില്ല. ഇന്നലെ മഴയത്ത് പോലും, അത്രയും മഴ പെയ്ത സമയത്ത് പോലും കയറ്റി നിർത്താനോ ഒന്നിനും ഒരു പമ്പയിൽ ഒരു സൗകര്യം ഇല്ല. മാത്രമല്ല, ഇപ്പൊ നമ്മള് എരുമേലി വണ്ടി വിളിച്ചിട്ട് ഒരു 10-15,000 രൂപ വണ്ടി വിളിച്ച് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ പോലും 50, 70, 140 രൂപ കൊടുത്തിട്ട് ഞങ്ങള് ബസ് കയറിയിട്ട് എരുമേലിയിൽ നിന്ന് വരുന്ന നമ്മുടെ വണ്ടികളും കടത്തി വിടുന്നില്ല. അതിനു മുമ്പ് നിലയ്ക്കൽ ഒരു പാർക്കിംഗ് സൗകര്യം കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് KSRTC-കാരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് പുതിയ SP-യുടെ നിയമമാണ്, KSRTC പോലും കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് വരുന്ന ഞങ്ങളെ പോലുള്ള ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരു കുഞ്ഞ് മരിച്ചു, അതിനുശേഷം കാറിനകത്തിരുന്നൊരു വൃദ്ധൻ മരിച്ചു. ഇതൊക്കെ ശരി. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. കൊല്ലത്ത് നിന്നും ബാബു ആണ്. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, ശ്രീ ബാബു പറഞ്ഞോളൂ. സാറേ, ഇത് നമ്മളെ ഈ നവകേരള പരിപാടി നടക്കുമ്പോൾ നിങ്ങൾ ഈ നവകേരള പരിപാടിയെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കുന്നില്ല. ഈ ശബരിമല വിഷയം മാത്രം ഇങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ ഈ നവകേരളം മറച്ചു വെക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? താങ്കൾ സ്ഥിരമായി TV കാണുന്ന ആളാണോ? തീർച്ചയായിട്ടും. ഈ നവകേരളത്തെ കുറിച്ച് താങ്കൾ ഇതുവരെ ഈ ചാനലിൽ വന്ന വാർത്തകളൊന്നും താങ്കൾ കണ്ടില്ലേ? എല്ലാ ദിവസവും നമുക്ക് നവകേരളം മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല, നവകേരള പരിപാടി മറച്ചു വെക്കാൻ, മുഖ്യമന്ത്രിയുടെ പരിപാടി മറച്ചു വെക്കാൻ വേണ്ടിയാണെന്ന് ചോദിച്ചതേ ഉള്ളൂ. അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. താങ്കൾ ഞാൻ അതിന് ഉത്തരം പറയേണ്ടതില്ലല്ലോ, വളരെ വ്യക്തമല്ലേ? ഈ ദിവസങ്ങളിലൊക്കെ നവകേരള സദസ്സിനെ കുറിച്ചുള്ള വാർത്തകൾ, പോസിറ്റീവായ വാർത്തകളും നെഗറ്റീവായ വാർത്തകളും എല്ലാം എല്ലാ ദിവസവും നൽകുന്നുണ്ട് കൃത്യമായി തന്നെ. ഈ ശബരിമല പോലെ ഒരു വലിയ വിഷയം വരുമ്പോൾ കേരളത്തിൽ അത് ഒരുപാട് പേർ ശ്രദ്ധിക്കുന്ന വിഷയമാണ്, കേരളത്തിന് പുറത്തും ആളുകൾ ശ്രദ്ധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യണ്ടേ? അതായത് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വർഷങ്ങൾക്ക് മുമ്പേ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതുവരെ ഒരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. ഈ 2-3 ദിവസം കൊണ്ട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഒന്ന് വിശദീകരിച്ചു തരാമോ? മനസ്സിലായില്ല. അല്ല, ഈ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു ശബരിമല വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവാൻ കാരണം എന്താണ് സാർ? അവിടെ തിരക്ക് കൂടുന്നു. തിരക്ക് കൂടിയപ്പോൾ അതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ നടന്നില്ല എന്നുകൊണ്ടാണല്ലോ അത് വാർത്തയാവുന്നത്. അത് ആളുകൾ പരാതി പറയുന്നു. സാർ, പണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ 1 ലക്ഷം അല്ലെങ്കിൽ 1.25 ലക്ഷം വരെ ഇപ്പോഴും വരുന്നുണ്ട്. അന്നും ഇതേ രീതിയിലാണ്. ഇത്രയും വലിയ തിരക്കൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എന്താണ് കുഴപ്പമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയാണോ എന്ന് ചോദിച്ചത്. അതായത് എങ്ങനെയാന്ന് വെച്ചിരുന്നാൽ ഈ CPM-കാർ കാണിക്കുന്ന തെമ്മാടിത്തരാണെന്നാ ചോദിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഈ പരിപാടി നിങ്ങൾ മലപ്പുറത്തു നിന്നും രാജീവ് കൂടി ചേരുന്നുണ്ട്. ശബരിമലയിൽ സർക്കാരിന്റെ അനാസ്ഥയോ എന്നുള്ളതാണ് വിഷയം. രാജീവ്, താങ്കൾക്ക് പറയാം. അനാസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. കാലാകാലങ്ങളായിട്ട് ശബരിമലയിൽ ഇതിലപ്പുറമുള്ള തിരക്ക് വരുന്നതാണ്. ഇപ്പോ എന്ന് പറഞ്ഞാല് ഇപ്പോ തമിഴ്നാട്ടില് പേമാരി വന്നു, അതേമാതിരി തെലങ്കാനയിൽ ഇലക്ഷൻ കഴിഞ്ഞു. അതിന്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പോരാത്തതിന് പറഞ്ഞാൽ ഇപ്പോ ഡിസംബറിലാവുമ്പോ ഇനി തിരക്ക് കൂടും. ദേവസ്വം മന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഈ വർഷത്തെ നമ്മുടെ ശബരിമല സീസൺ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കാമെന്നുള്ള ഒരു ചർച്ച നടത്തുകയുണ്ട്. അതിനുശേഷം നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് യോഗം ചെയ്യുകയുണ്ട്. അതിനുശേഷം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സെക്രട്ടറി യോഗങ്ങൾ ചെയ്യുകയില്ല.
അതാത് വകുപ്പിലെ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് ആ വകുപ്പിൽ ഇവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് തീരുമാനിച്ചു. അതുകൂടാതെ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും നിരവധി യോഗങ്ങൾ നടത്തിയില്ല. അതിന് ശേഷമാണ് നമ്മൾ നവംബർ 16 ഉദ്ഘാടനം ആരംഭിച്ചത്. നമുക്ക് ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ പോയി. 6-7 ആയി കഴിഞ്ഞപ്പോഴേക്കും ഭക്തരുടെ തിരക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചതാണ്. അപ്പോൾ ആ വർദ്ധിച്ചു വരുന്ന തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ഈ വർഷത്തെ ഏറ്റവും കൂടിയ ഭക്തജന തിരക്കുണ്ടായത് ഡിസംബർ 7-നാണ്. ഡിസംബർ 7 ഏകദേശം 1,02,000-ലധികം ഭക്തന്മാരാണ് നമ്മുടെ സന്നിധാനം. ശരാശരി 80,000-ലധികം ആളുകൾ എത്തി. ഈ വർഷത്തെ ഒരു പ്രത്യേകതയായി കണ്ടത് സ്ത്രീകളും കുട്ടികളും വയസ്സായ ആളുകളുടെയും എണ്ണം വല്ലാതെ വർദ്ധിച്ചു. ഏകദേശം 30% സ്ത്രീകളുടെയും കുട്ടികളുടെയും വയസ്സായ ആളുകളുടെയും എണ്ണം വർദ്ധിച്ചു. 100 വയസ്സിലധികമുള്ള ഭക്തരടക്കം ഇത്തവണ നമ്മുടെ ദർശനത്തിനെത്തുന്ന സ്ത്രീകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ആളുകളും അവർക്കെല്ലാം 18-ാം പടി കയറുക എന്നുള്ളത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. സാധാരണ ഒരു ചെറുപ്പക്കാരൻ കയറുന്ന പോലെ മറ്റ് പ്രായമായ ആളുകൾക്കോ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അതുപോലെ തന്നെ വ്യത്യസ്ത കഴിവുള്ള ആളുകൾക്കോ അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ ആ 18-ാം പടി കയറുന്ന കാര്യത്തിൽ ചെറിയ ഒരു കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഒരു മിനിറ്റിൽ 75-ഓ 80-ഓ ആളുകളെയാണ് അല്ലെങ്കിൽ ഭക്തരെയാണ് കിട്ടിയിരുന്നത്. അത്രയും കെട്ടാൻ പറ്റാത്ത ചില സ്ത്രീകളുണ്ട്. അതിൻ്റെ കൂടെ ക്രമാതീതമായിട്ടുള്ള ഭക്തരുടെ തിരക്കും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത് ചെറിയൊരു പ്രയാസം. നമ്മുടെ പൊതുവേദി തുടരുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിലടക്കം അപാകതയുണ്ടായോ, വീഴ്ച വന്നോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് പറയാനുള്ള, ഞാനൊരു NSSകാരനാണ്. ഞാനിപ്പോ ശബരിമല പോയിരുന്നു. അഭൂതപൂർവമായ തിരക്കാണ് അവിടെ. 1-1.25 ലക്ഷം ആൾക്കാർ വരുന്നിടത്ത് ഇപ്പോൾ 1.25-2 ലക്ഷം ആൾക്കാരിനോട് അടുത്ത് വരുന്നുണ്ട്. ഗവൺമെന്റ് മാത്രമല്ല, സാക്ഷാൽ US പ്രസിഡന്റ് ജോർജ് ബൈഡൻ ഇവിടെ ഭരിച്ചാലും അതൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം അത് ചെറിയ റോഡുകളും സൗകര്യക്കുറവുമായ സ്ഥലങ്ങളാണ്, അത് കാടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ കുറ്റം പറയാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടല്ല കാര്യം. വളരെ അതിഭയങ്കരമായ റഷാണ് അവിടെ. എന്നിട്ട് ആൾക്കാർ കണ്ടവാനം കൂടുന്നു. ഒന്നിൽ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് 2 മാസത്തേക്ക് ഈ അയ്യപ്പ ദർശനം കൂട്ടുക. ഡിസംബറും ജനുവരി ഫുള്ളും കാണുമ്പോഴോട്ട് നമ്മുടെ മകരവിളക്ക് കഴിഞ്ഞും അവർ ചെന്ന് കണ്ടോട്ടെ, അതിനെന്താ കുഴപ്പം? അല്ലെങ്കിൽ പിന്നെ ശബരിമല അവിടുന്ന് ഇളക്കി നമ്മുടെ ആലപ്പുഴ കടൽ തീരത്തെക്കാണ് കൊണ്ടുവെക്കുക. ആളുകൾക്ക് സൗകര്യപൂർവ്വം നിൽക്കാനും ഇരിക്കാനും എടുക്കാനും പോകാനും ഒക്കെ ഉള്ള സൗകര്യം നോക്കുക. അല്ലാതെ ഇതിന് ഉടനെ പരിഹാരം പറ്റത്തില്ല. പറ്റണമെങ്കിൽ തൃശ്ശൂരിൽ നിന്നും മണികണ്ഠൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ മണികണ്ഠൻ, ഈ ശബരിമലയിലെ തിരക്കൊക്കെ മുൻകൂട്ടി കാണാനും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും ഒക്കെ അത് നടപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? സ്വാമിശരണ അയ്യപ്പ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മരകൂട്ടത്തിന്റെ അവിടുന്ന് നിങ്ങൾ ശരംകുത്തി വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ 8-ാം തീയതി മല ചവിട്ടിയ ആളാണ്. 8-ാം തീയതി ചവിട്ടിയിട്ട് 9-ാം തീയതി വൈകുന്നേരം തിരിച്ചു വന്ന ആളാണ്. അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ മരക്കൂട്ടത്തിന്റെ അവിടുന്ന് നിങ്ങൾ നടപ്പന്തൽ വരെ എവിടെയും ഒരു തുള്ളി വെള്ളം കിട്ടാല്ല. ഉള്ളത് ഒരു ഹോട്ടലാണ് ഉള്ളൂ. അത് ശരംകുത്തിയിൽ മാത്രമേ ഒരു ഹോട്ടലേ ഉള്ളൂ. ഒരു ഇതിൽ ക്യൂവിൽ പിടിച്ചിടുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് ഒരു ക്യൂവിൽ പിടിച്ചിടുന്നത്. ഈ പിടിച്ചിടുന്ന സമയത്താണ് ഈ തിരക്ക് കൂടി വരുന്നത്. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ വിർച്വൽ ക്യൂവിൽ പോകുന്നുണ്ട്. അങ്ങനെ പരിതോരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഏതും സ്വാമി അയ്യപ്പ റോഡിൽ കൂടെ നമുക്ക് ക്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വരുന്നുണ്ട്. ഈ തിരക്ക് കൂടാനുള്ള കാര്യം തന്നെ നമ്മൾ അവിടെയും ഇവിടെയും പിടിച്ചിടുന്ന കാരണമാണ് സ്വാമി. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ദേവികയാണ്. ശ്രീ ദേവിക, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ദേവിക, താങ്കൾ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ദേവിക, ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്ന വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. എന്താണ് ദേവികയ്ക്ക് പറയാനുള്ളത്? ഞാൻ എപ്പോഴും TV കാണുന്ന ഒരാളാണ്. പിന്നെ ഭയങ്കര തിരക്കാണ്. ഞാൻ
എന്റെ അച്ഛനും അനിയനൊക്കെ ഇവിടുന്ന് മലക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ വഴിക്ക് കുടുങ്ങി കിടക്കുക. ഒന്നും ആയിട്ടില്ല. തിരിച്ചെത്തിയില്ലേ അവർ? ദേവിക അച്ഛനും ചേട്ടനും ഒന്നും തിരിച്ചെത്തിയില്ലേ? ഇല്ല, അവർ തിരിച്ചു വന്നിട്ടില്ല. അവർ വിളിച്ചിട്ടും എവിടെയാണ് ദേവികയുടെ സ്ഥലം? കണ്ണൂരാ ഞാന്. കണ്ണൂര്. എന്നാണ് അവര് പോയത്? അവര് ഇന്നലെ മെഞ്ഞാന്ന് പോയത്. ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചിട്ട് ഒരു ഇതില്ല, ഒന്നും വെള്ളം ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ? ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എരുമേലി എത്തിയിട്ട് പമ്പേന്ന് വിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഫോണൊക്കെ ഓഫായി. എന്തായാലും അവരെല്ലാവരും ഒരുമിച്ച് പോയതല്ലേ? അവരെ തിരക്കിൽപ്പെട്ടതോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ റേഞ്ച് കിട്ടാത്ത ഏതെങ്കിലും സ്ഥലമൊക്കെ ആയിരിക്കും. അല്പം മാറി നിന്ന് കഴിഞ്ഞാൽ റേഞ്ചൊക്കെ ഇപ്പോൾ ശബരിമല എല്ലാ മിക്കവാറും സ്ഥലത്തൊക്കെ റേഞ്ച് കിട്ടും. എന്തായാലും അവരെ ബന്ധപ്പെടാൻ കഴിയും. ദേവിക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. എരുമേലിയിൽ നിന്നും സുരേഷാണ്. ശ്രീ സുരേഷ്, താങ്കൾക്ക് ഈ ശബരിമല തിരക്ക് എത്ര വയസ്സുള്ള ആളാണ് സുരേഷ്? എനിക്ക് 68 വയസ്സുണ്ട് സാറേ. ശരി, അപ്പോൾ ശ്രീ സുരേഷിന് എത്രയോ കാലത്തെ അനുഭവ പരിചയം കാണും. ഈ അവിടുത്തെ തിരക്കുകൾ ഒരുപാട് കണ്ടും തിരക്കില്ലായ്മ കണ്ടും ഒക്കെ പരിചയം കാണും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ഇത്രയും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ വിഷയത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരുന്നതാണെന്നോ? സാറേ, ഞാൻ അവിടെ 18 കൊല്ലം ചുമടെടുത്ത ആളാ. ഇപ്പൊ 8 കൊല്ലമായിട്ട് പോകുന്നില്ല, വയ്യാത്തോണ്ട്. ചുമടെടുത്ത ആളാ 18 കൊല്ലം. സന്നിധാനം പമ്പ. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് നന്നായി മറ്റ് സാധാരണ ആൾക്കാരെക്കാളും വളരെ നന്നായിട്ട് അറിയാമായിരിക്കും. ഇതിന്റെ യഥാർത്ഥ സത്യം സാറേ ആരും വെളിപ്പെടുത്തില്ല. എന്നാ വെച്ചാൽ 42 ഏക്കർ സ്ഥലമായിരുന്നു സന്നിധാനം എന്ന് പറയുന്നത്. 42 ഏക്കർ സ്ഥലമായിരുന്നു. ഈ സ്ഥലത്ത് പണ്ട് നമുക്കൊരു 10 ലക്ഷം പേരുണ്ടെങ്കിലും അവിടെ നിൽക്കാനും വിരി വെക്കാനും ഭജന പാടാനും നടത്താനും എല്ലാം ഉള്ള സൗകര്യങ്ങളുള്ള സ്ഥലമായിരുന്നു. അവിടെ മുഴുവൻ ദേവസ്വം ബോർഡിന്റെ കെട്ടിടങ്ങളായി. കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഈ ലോഡ്ജ് പോലുള്ള കെട്ടിടങ്ങൾ വന്ന് അവിടെ രൂപ സെക്യൂരിറ്റി കൊടുത്ത് വാടകയ്ക്ക് കൊടുക്കുവാണ്. ഇപ്പൊ ആ കെട്ടിടങ്ങൾ 460 മുറിയുള്ള കെട്ടിടങ്ങളാണ്. മൊത്തം കെട്ടിടങ്ങളാണ്. അതുപോലെ ഹോട്ടല് ചായക്കടയ്ക്ക് വേണ്ടി കെട്ടിടം പറഞ്ഞു കഴിഞ്ഞപ്പോ പോകുന്ന ഭക്തന്മാർക്ക് വിരി വെക്കാനോ അല്ല, നിങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ മതി ഇത് സത്യമാണോ. അവിടെ ആ കെട്ടിടം എല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്ക് വിരി വെക്കാനോ അവിടെ തങ്ങാനോ ഉള്ള അവസരമില്ല. ഇപ്പൊ ടൈഗറിന്റെ സ്ഥലമായതുകൊണ്ട് സ്ഥലങ്ങൾ എടുക്കാൻ പറ്റാതെ ഉള്ള സ്ഥലത്താണ്. പക്ഷേ അവിടെ ഈ കെട്ടിടങ്ങൾ ഇപ്പൊ ആശുപത്രിക്ക് വേണ്ടിയായാലും അവിടെ വരുന്ന അത്യാവശ്യം ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ളതായാലും ഒക്കെ അത്തരം കെട്ടിടങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു അനിവാര്യത കൂടിയല്ലേ? അത് വേണം സാറേ, അത് വേണം. അതല്ലാതെ ഈ അവർക്ക് ഈ ലോഡ്ജ്, അതായത് ഗസ്റ്റ് ഹൗസുകൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ അത് 42 ഏക്കർ എന്നുള്ള ഇപ്പൊ കൂടി വന്ന ഒരു 8-10 ഏക്കർ സ്ഥലമായി കുറഞ്ഞു പോയി. അപ്പൊ അതിന്റേതായ കുറവ് അവിടെ വന്നു. അപ്പൊ അതിനുള്ള സ്ഥലം നമുക്ക് എടുക്കാനൊത്തില്ല. അത് കേന്ദ്ര സർക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യാവുന്നൊരു കേസുള്ളൂ. സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വനമല്ലേ, കൊടും വനമല്ലേ. അപ്പൊ ഇത് 1 ഇഞ്ച് ഭൂമി പോലും ഇട്ടിട്ടില്ല. പക്ഷെ ഉള്ള സ്ഥലം മുഴുവൻ ഇങ്ങനെ വന്നു പോയുണ്ട്. അതുപോലെ തന്നെ 2-3 വർഷമായിട്ട് ഈ 650 രൂപ വീതം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട പൈസ ഇതുവരെ കൊടുത്തിട്ട് 2 കൊല്ലമായെന്ന് കൂട്ടിക്കണം. 450 മുറി ഉള്ള കെട്ടിടങ്ങളിൽ ഈ 650 രൂപ വെച്ച് കൂട്ടിക്ക് 2 വർഷമായിട്ട് പൈസ കൊടുത്തില്ല. അതിലിപ്പോ വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 650 രൂപ കൊടുത്തില്ലെന്നാണ് താങ്കൾ പറയുന്നത്? നമ്മൾ ഈ അവരുടെ ഗസ്റ്റ് ഹൗസിൽ നമ്മൾ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ 650 രൂപ വെച്ച് പിടിക്കുന്നുണ്ട്. ആ പൈസ ഒഴിയുന്നതാ. അത് കിട്ടുന്നില്ല. പലർക്കും കിട്ടാനുണ്ട്. നമ്മുടെ എരുമേലിലുള്ള ആൾക്കാർക്കൊക്കെ കിട്ടാറുണ്ട്. ശരി, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിലമ്പൂരിൽ നിന്നും വിനോദാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. നിങ്ങൾ വിഷ്വൽ കാണുന്നത് എല്ലാവരും സന്തോഷത്തോടാണല്ലോ. പറഞ്ഞോളൂ. നിങ്ങളെ വിഷ്വൽ കാണുന്നത് എല്ലാവരും സന്തോഷത്തോടാണല്ലോ അയ്യപ്പനെ കണ്ടു പോകുന്നത്. അവർ സന്തോഷത്തെ പോകരുത് എന്നാണോ താങ്കൾ പറയുന്നത്? സന്തോഷത്തോടെ പോകുന്നത്, പക്ഷെ എല്ലാവരും ഇതിന് നെഗറ്റീവ് എന്താ അവിടെ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നുള്ളത് രാവിലെ മുതൽ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ വരുന്ന ഭക്തർക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് മണിക്കൂറുകളോളം പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ പോയതാ. തിരക്കിലൊക്കെ ഉണ്ടാവും. അയ്യപ്പനല്ലേ കാണാൻ പോകുന്നത്. പാവമോശം ചെയ്യാൻ മാത്രമല്ലേ പോകുന്നത് അവിടെ. ശരി, നമുക്ക് കോഴിക്കോട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം നടക്കുകയാണ്. ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की, जय जय भारत माता, जय जय. സേനയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കോഴിക്കോടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ
പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം. जय जय हनुमान सेना, जय जय हनुमान सेना. പ്രതിഷേധം 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 ഗവൺമെന്റിന് പ്രതിഷേധം ഗവൺമെന്റിന് പ്രതിഷേധം. നമുക്ക് എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എറണാകുളത്ത് നിന്നും അനിൽകുമാറാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിൽ കുറെ കൂടി മുന്നൊരുക്കം ആവശ്യമായിരുന്നു. ഇതേ ശരിക്ക് നമ്മുടെ ന്യൂസ് 18 പ്രയർ എന്താണ്? എന്താണ് ന്യൂസ് 18 പറയുന്നത്? ഹലോ, ന്യൂസ് 18 എന്താണ് പറയുന്നതെന്നോ? ന്യൂസ് 18 ഇത് സർക്കാരിന്റെ വീഴ്ചയാണോ എന്ന് പലവട്ടം ചോദിക്കുന്നത് ഞാൻ കേട്ടു. സർക്കാരിന്റെ വീഴ്ചയാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ പ്രേക്ഷകരും വീഴ്ചയാണ് എന്ന് പറയുന്നവരും വീഴ്ച അല്ല എന്ന് പറയുന്നവരുണ്ട്. താങ്കളുടെ അഭിപ്രായം താങ്കൾ പറയാം. സുഹൃത്തെ, ഒരു മണിക്കൂറിൽ 18-ാം പടി കയറാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം പരമാവധി 4000 ഒരു 20 മണിക്കൂർ തുടർച്ചയായിട്ട് കയറിയ 80,000 ആളെ ഒരു ദിവസം കയറ്റാൻ കഴിയൂ. ഒരു 1.25 ലക്ഷം ആള് വന്നാൽ 45,000 ആളുകൾ അവിടെ എക്സസ് ആവും. അത് ഇനി സർക്കാരല്ല ശബരിമല അയ്യപ്പൻ വിചാരിച്ചാൽ നടക്കുവോ? അപ്പൊ എന്താന്ന് വെച്ചാൽ അഭൂതപൂർവമായ തിരക്കാണ് ശബരിമല അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി തന്നെ ഒരുക്കേണ്ടേ? അവിടെ ഇങ്ങനെ ആളുകളെ തടഞ്ഞു നിർത്തുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കുക, അവർക്ക് ലഘുഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അത് മുൻകൂട്ടി അറിഞ്ഞ് ചെയ്യേണ്ടതിൽ വീഴ്ച വന്നിട്ടില്ലേ? അപ്പോൾ മറിച്ച് അതല്ല, എന്താന്ന് വെച്ചാൽ 100 ഇരട്ടി 50% 50% കൂടി ആളുകൾ വരുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അത് മുൻകൂട്ടി അറിയണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് മുൻകൂട്ടി അതെങ്ങനെ അതെന്താണ് അറിയാൻ കഴിയാത്തത്? ശബരിമലയിലെ ഉത്സവം പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ലോ. ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഉത്സവം വരുമ്പോൾ അവിടെ പെട്ടെന്ന് ആൾക്കൂട്ടം ഉണ്ടാകുന്നതൊക്കെ ആൾക്ക് മനസ്സിലാവും. ഇത് ശബരിമലയിൽ ആള് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആള് കൂടിയാൽ 1.25 ലക്ഷം വന്നാൽ, ഇനി നാളെ 2 ലക്ഷം വന്നാൽ അവരെ എങ്ങനെ നിയന്ത്രിക്കണം? അല്ലെങ്കിൽ എത്ര പേരെ കടത്തിവിടണം? അല്ലെങ്കിൽ എത്ര പേർക്ക് ഒരു ദിവസത്തേക്ക് അനുമതി കൊടുക്കണം? ഇതൊക്കെ തീരുമാനിക്കട്ടെ മുൻകൂട്ടി. 18-ാം പടി കയറാൻ കഴിയുമോ? 18-ാം പടി കയറാൻ കഴിയുമോ? 1 ലക്ഷം പേർക്ക് ഒരു ദിവസം? താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത് എത്ര ആൾ വരുന്നുണ്ടോ, എത്ര പേരെ അവിടെ കയറ്റിവിടാൻ കഴിയും, അത്രത്തോളം ആളുകളെ നിയന്ത്രിച്ച് അവിടെ കയറ്റിവിടുക എന്നുള്ളതാണ് ഏത് സംവിധാനവും ചെയ്യേണ്ടത്. ആ സംവിധാനത്തിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പരാതിയും സ്വാഭാവികമായും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തിലെ ചർച്ച തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയിൽ മുന്നൊരുക്കങ്ങളിൽ വീഴ്ച വന്നു എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ന്യൂസ് 18 പൊതുവേദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. ജനിത് ഖാനാണ്. ശ്രീ ജനിത് ഖാൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ജനിത് ഖാൻ, താങ്കൾക്ക് പറയാം. ഹലോ, ഞാനൊരു മുസ്ലിംസ് ആണ്. പക്ഷെ ഞാൻ ഈ ശബരിമല ഓൾറെഡി എന്റെ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ നോക്കിയല്ല ശബരിമലയെ കുറിച്ച് പൊതുവായ വിഷയങ്ങളിൽ എല്ലാ മനുഷ്യർക്കും അഭിപ്രായം പറയാം. അപ്പം ഇത് ഇപ്പൊ തിരക്കുണ്ടായത് എന്റെ ഒരു ഈ ആഴ്ച പോയ എന്റെ ഫ്രണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോ പമ്പേന്നും നേരെ KSRTC പോകുന്നത് എല്ലാവരെയും അവിടെ ഇറക്കിയിട്ട് പമ്പേന്ന് KSRTC കൂട്ടി പോവാണല്ലോ. അതെ, പറഞ്ഞോളൂ. അപ്പൊ അത് നമുക്ക് ചെറുവാഹനം ആദ്യം കടത്തി വിടുമായിരുന്നു പോലും. ഇപ്പൊ ചെറുവാഹനം കടത്തി വിടുന്നില്ല, ഫുള്ളായിട്ട് നേരെ ചെറുവാഹനങ്ങൾ കടത്തിവിടാത്തത് അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയാണ്. അവിടേക്ക് പോയി സ്ഥലം കുറവുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുണ്ടാവുന്ന തിരക്കുകളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞത് ഓൾറെഡി എങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ തിരക്കാതി ബസ് പോകുന്നതിന് മുമ്പ് ചെറുവാഹനങ്ങൾ പോയാൽ അവർക്ക് ആദ്യം കയറാമായിരുന്നു എന്നാണ് എന്റെ ഫ്രണ്ട്സിന്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്. 2 ദിവസം മുന്നേ മലക്ക് വരെ പോയവരുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്. ഈ ബസ്സിന് ഇത്ര നേരം കാത്തു നിൽക്കണം, 6 മണിക്കൂർ 7 മണിക്കൂർ കാത്തു നിൽക്കണം. അതിനിടയിൽ ഇപ്പൊ അവന്റെ മകൻ പുറത്തായപ്പോ എല്ലാവരും കയറിയവരൊക്കെ തിരിച്ചറിഞ്ഞു വന്നു. പിന്നെ അടുത്ത ബസ്സിന് വേണ്ടി കാത്തു നിന്നു. അപ്പൊ അവർ വിളിച്ച് ചെറിയ വണ്ടി വിളിച്ച് അങ്ങനെ തന്നെ നേരിട്ട് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ അവിടുന്ന് അത്രയും തിരക്കിനാണ് എത്തുമായിരുന്നു. അതേപോലെ ആയിരുന്നെങ്കിൽ കുറെ തിരക്ക് ഇതിനു മുമ്പേ കുറഞ്ഞു പോകുമായിരുന്നു എന്നാണ് എന്റെ ഫ്രണ്ട്സിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നത്. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മനു ആണ്. ശ്രീ മനു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വിനോദ കേന്ദ്രമാണ്. പണ്ടൊക്കെ ആളുകൾ 41 ദിവസത്തെ വ്രതവും കഠിനമായ വ്രതങ്ങളൊക്കെ എടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പോണ ആളുകൾക്ക് ഒരു ശകലം നേരം 1 മണിക്കൂറോ 2 മണിക്കൂറോ കൂവി നിൽക്കാൻ പോലും പറ്റിയാലാത്ത ആളുകൾ എന്തിനാണ് ഈ ബുദ്ധിമുട്ടി പോണത്? കാരണം
അതിട്ട് സർക്കാരിനെയാണ് കുറ്റം പറയണത്. ധൃതം പോലും ഇപ്പൊ എടുക്കുന്നില്ല. ഇന്ന് മാലയിട്ട് നാളെ പോവുകയാണ്. പാവപരിഹാരത്തിന് വേണമെന്ന് പറഞ്ഞാണ് പോണത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ശകലം അവിടെ ബുദ്ധിമുട്ട് സഹിച്ചത് കൊണ്ട് ഒന്നും വരാനില്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. പത്തനംതിട്ടയിൽ നിന്നും അജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ അജിത്ത്, താങ്കൾ പത്തനംതിട്ടക്കാരൻ എന്ന നിലയ്ക്ക് കൂടുതൽ ശബരിമലയിലെ തിരക്കൊക്കെ നേരിട്ട് കൂടി അറിയാവുന്ന ആളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ സാറേ, പത്തനംതിട്ട എന്നുള്ള കൂടുതൽ അയ്യപ്പന്മാര് പല സ്ഥലങ്ങളിൽ എത്തുന്ന സ്ഥലത്ത് പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വന്നെത്തുന്നത്. അതുപോലെ എരുമേലി പ്രദേശങ്ങൾ. പക്ഷേ പോലീസിന്റെ കഴിവുകേടാണ് കൂടുതലും അവിടെ കാണുന്നത്. കാരണം പറഞ്ഞാൽ പോലീസ് പരിചയക്കുറവുള്ള പോലീസുകാരാണ് കൂടുതൽ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. അവർക്കതിന് കൂടുതൽ പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്യൂ കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റൂ. ഇത് പലയിടത്തും പല രീതിയിലാണ് അവർ ചെയ്യുന്നത്. കാരണം ശബരിമല പെരുമേലി തടഞ്ഞിട്ടു, നിലയ്ക്ക് തടഞ്ഞിട്ടു, പമ്പയ്ക്ക് താഴെ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും തടഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടുതൽ ക്യൂ പെട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയാകും. ഇത് കുറച്ച് വടശ്ശേരിക്കര സ്ഥലങ്ങൾ കുറച്ച് പിടിച്ചിട്ടുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് വിട്ടാൽ കുറച്ചായിട്ട് വിട്ടു കഴിഞ്ഞാൽ ഇത്രയും തിരക്കുണ്ടാവില്ല. ഇത് അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ് ഇത് കൂടുതലും അവിടെ സംഭവിക്കുന്നത്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാറേ. ഉദ്യോഗസ്ഥരെല്ലാം ടൂറാണ്, പോലീസുകാരെല്ലാം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പുറയിലാണ്. പാവപ്പെട്ട ആൾക്കാർ 41 ദിവസം വ്രതവും നോക്കി മാലയും ഇട്ട് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരെ പല സ്ഥലത്തും വഴി വലിച്ച് മാല ഊരി തിരിച്ചു പോകേണ്ട ഒരു ഗതികേടാണ്. അവർക്ക് വെള്ളമില്ല, ആഹാരമില്ല. മന്ത്രി പറഞ്ഞ എന്താന്ന് വെച്ചാല് ബസ് സൗകര്യം 50 പേര് കയറാനുള്ള ബസ് 100, 150, 200 പേരാണ് കയറി പോകുന്നത് വാതിലും ജനലും വഴി. എന്നിട്ട് മന്ത്രി പറഞ്ഞ യാത്രാ സൗകര്യം കൂടുതലായിപ്പോയിട്ടെന്നാണ് ഇന്നലെ അദ്ദേഹം TV കൂടെ പറഞ്ഞത്. അപ്പൊ ഇതൊരു വലിയ കഷ്ടമാണ്. നിയന്ത്രിക്കാൻ ആരും ഇല്ലെങ്കിൽ ഇവർ ഇത്രയും പേര് എന്തിനു വിളിച്ച് കയറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തങ്കച്ചനാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതോ ക്രമാതീതമായ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പരാതികൾ ഉയരുന്നതാണോ? നമസ്കാരം. നമസ്കാരം. ഈ 82 താങ്കളുടെ ചാനലിനെ പറ്റി നമുക്ക് നല്ലൊരു അഭിപ്രായമുള്ള ഒരു ചാനലാണ്. കാരണം മറ്റുള്ളൊരു ചാനലിൽ കൊടുക്കുന്നേക്കാളും നല്ലൊരു ചാനൽ റിപ്പോർട്ടുകളാണ് നിങ്ങൾ തരുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂസ് 8ലേക്ക് ഞങ്ങൾ വിളിക്കുന്നത്. ശരി, നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. സാറേ, ഇതേ ഇപ്പൊ എന്റെ പേരക്കുട്ടി 6 വയസ്സായി ഉള്ളൂ. അത് 10-18 ദിവസമായി വെറുതെ എടുത്ത് ശബരിമലയ്ക്ക് വന്നിരിക്കുന്നത്. ഹലോ, കേൾക്കാം, വേഗത്തിൽ പറഞ്ഞോളൂ, സമയം തീരാറായി. രണ്ട് പേരക്കുട്ടികളെയും ഇങ്ങനെ വരാൻ വേണ്ടി ഇരിക്കുന്നേ. അതുകൊണ്ട് എന്നാന്നറിയാം, ഇപ്പൊ ശബരിമല നിയന്ത്രിക്കാൻ ആരും ഇല്ലെന്നുള്ളത് നമുക്ക് താങ്കളുടെ ചാനലിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം പിണറായിയുടെ പുറകെയാണ് ഈ പോലീസുകാർ മുഴുവൻ. അപ്പൊ ഇവിടെ നയിക്കാനും നിയന്ത്രിക്കാനൊന്നും ശബരിമല ആരുമില്ല. ഇല്ലെങ്കിൽ പിന്നെ ശബരിമല അടച്ചിടണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ശബരിമല തുറന്നിടുക. എന്തായാലും ശബരിമലയിൽ ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ മന്ത്രി നേരിട്ട് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും തീരുമാനങ്ങളും ഉണ്ടായി എന്ന് ആണ്. അത് നടപ്പാകും എന്നും പ്രതീക്ഷിക്കാം. എന്തായാലും പ്രേക്ഷകർ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. അവിടെ അങ്ങനെ തിരക്ക് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടികൾ മുൻകൂട്ടി തന്നെ ചെയ്യേണ്ടിയിരുന്നു. അല്ലാതെ ആളുകൾ കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി മാറി നിൽക്കുകയല്ല എന്ന് പറഞ്ഞവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രമാതീതമായി ആളുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ വീഴ്ചകൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. മറ്റ് പലതരത്തിലെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ച പ്രേക്ഷകരുമുണ്ട്. എന്തായാലും ന്യൂസ് 18 പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെ 4:30 വീണ്ടും മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി. ഈ പരിപാടി